guys, it's up. Welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹാലോവിൻ ലുക്കിന്റെ ലാസ്റ്റ് ലുക്കാണ്. ഇപ്പോൾ സീരീസിലേക്കുള്ള ലുക്കാണ്. സോ ഹാലോവിൻ പോകാനെത്തിട്ട് കൈൻഡ് ഓഫ് ഡിഫറെന്റ് എഫക്ട്സ് ഞാൻ വീണ്ടും ചെയ്യും. അപ്പോൾ നമ്മുടെ സീരീസിലേക്കുള്ള ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. കൂടാതെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ ആസ് വെൽ സബ്സ്ക്രിപ്ഷൻ. കൂടാതെ ഈ വീഡിയോ ഫുള്ളും കണ്ടിട്ട് കമന്റ് ചെയ്യാനും മറക്കണ്ട. സോ ഹിയർ വി ഗോ ടു ദ വീഡിയോ. ലിപ്പ് അടക്കം ഞാൻ ഇത് ഫുള്ള് കൺസീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ലിപ്പ് നമുക്ക് ഇത്രയും വലിയ ലിപ്പ് വേണ്ട, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇനി ബേസ് മേക്കപ്പ് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തത് നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഇച്ചിരി ഐബ്രോ പെൻസിൽ വെച്ച് കുറച്ച് ഡീറ്റെയിൽസ് ചെയ്യാം. ചെയ്യാനുള്ള എന്താ വെച്ചാൽ നമ്മൾ ചീക്ക് പോർഷനും, അതായത് നമ്മുടെ ഒരു പപ്പറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പപ്പറ്റ് ഉണ്ടല്ലോ, ഹാൻഡ് പപ്പറ്റ്, അതുമാതിരിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ചീക്കിൻ്റെ ഏരിയയിൽ നിന്നും നമ്മുടെ നോസിൻ്റെ കോൺടോർ ചെയ്തതിൻ്റെ ഹൈലൈറ്റ് ചെയ്ത പോർഷന് മേലെ നടുക്കെ മേലോട്ടേക്കും. അതെന്ന് വെച്ചാൽ ചില പോർഷനിൽ നമ്മൾ ഈ സ്റ്റിച്ച് വിട്ട് കോട്ടൺ എന്താ പറയുക പുറത്തോട്ടേക്ക് വന്ന മാതിരിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ചീക്കിൻ്റെ ഒരു സൈഡ് ചീക്കിൻ്റെ കോണ്ടോറിൽ നമ്മുടെ നോർമൽ സ്റ്റിച്ചും മറ്റേ സൈഡിൽ സ്റ്റിച്ച് വിട്ടു പോയത് മാതിരിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സൈഡിലെ ചീക്ക് നമ്മൾ ആദ്യം കംപ്ലീറ്റ്ലി കോണ്ടോർ ചെയ്തതിന് ശേഷം, അതായത് കോണ്ടോറൊക്കെ ബേസ് മേക്കപ്പിൽ പോയിട്ടാണ് നമ്മൾ ലിപ്പ് വരെ അതിനെ കണക്ട് ചെയ്യണം. കാരണം നമ്മൾ സാധാരണ കോണ്ടോർ ഹോൾ ഉണ്ടല്ലോ, ചീക്ക് ഹോളിൻ്റെ ഉള്ളിൽ കൂടെ. ആൻഡ് നമ്മൾ അടുത്ത സൈഡ് ചെയ്യുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ, ആ ഭാഗത്ത് ക്യാമറ പോണത് നിങ്ങൾക്ക് മനസ്സിലാവുകൊണ്ട് വിചാരിക്കുന്നു. ആ ഭാഗത്ത് കുറച്ചും കൂടെ വലിയതാണ് ഹോള്. ഓക്കെ, അതായത് ഇപ്പുറത്ത് ഒരു തിൻ ലൈനാണെങ്കിൽ അപ്പുറത്ത് ഒരു ട്രയാങ്കിൾ പോലെയാണ് ഉള്ളത്. സോ അത് ഞാൻ ലാസ്റ്റിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് നന്നായിട്ട് ഒരു കളർ വെച്ച് നന്നായിട്ട് ഡാർക്ക് ചെയ്തെടുക്കണം. ഏതെങ്കിലും നല്ലൊരു എന്താ പറയുക നല്ല ലിക്വിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബ്ലാക്ക് ഉണ്ടെങ്കിൽ ആർട്ട് അപ്ലയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് നന്നായിട്ട് ഡാർക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മൾ നോസിൻ്റെ നടുക്കെ കൂടെ കട്ട് ചെയ്യണം, കാരണം ആ ഭാഗത്തും കൂടെ സ്റ്റിച്ച് വരുമല്ലോ, അത് നമ്മളൊന്ന് ചെയ്തെടുക്കുക. പിന്നെ എന്താ പറയുക നന്നായിട്ട് ഡാർക്ക് ചെയ്യണം, കാരണം ഹൈലൈറ്റ് ചെയ്യുമ്പോഴത്തേനും അത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക കോട്ടണൊക്കെ ഒരു ഉള്ളിൽ നിന്ന് വന്നത് മാതിരി തോന്നാൻ വേണ്ടി ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ ഡാർക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ ട്രയാങ്കിൾ പോലത്തെ പോർഷൻ ഉണ്ടല്ലോ, അതായത് മേൽഭാഗത്തോട്ട് പോകുന്ന ഒരു സ്റ്റിച്ച് വിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്യണം. ബട്ട് എൻ്റെ കയ്യിലുള്ള ലാഷ് ഗ്ലൂ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് എനിക്ക് അത്രയും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഹൈലൈറ്റ് ചെയ്യണം, അതായത് ആ എല്ലാ ബ്ലാക്കിൻ്റെയും നമ്മുടെ സ്കിന്നിലോട്ട് വരുന്ന പോർഷൻ, അതൊക്കെ ഈ ബ്രഷ് പോണ ഭാഗങ്ങളൊക്കെയാണ് ഞാൻ നമ്മളെ സ്കിന്ന് വരിക. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് പപ്പറ്റിൻ്റെ സ്കിന്ന് വരിക. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാർക്ക് ചെയ്ത് നിൽക്കുള്ളൂ. ആൻഡ് അതിന് ശേഷം നമ്മൾ സ്റ്റിച്ചിൻ്റെ ഹോൾസ് ഇടണം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ വെച്ചിട്ട് നമ്മൾ ഫുള്ളും സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതായത് ഒരു ബട്ടൺ സ്റ്റിച്ച് വന്നിട്ടുണ്ട്, ഒരു എക്സ് മാതിരിയാണ് ആ സ്റ്റിച്ച് വരിക. അപ്പോൾ ആ ഒരു 4 ഹോളും കൂടെ ഒരു സ്റ്റിച്ച് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മിനിമം എല്ലാം 4x4 അങ്ങനത്തെ സ്റ്റിച്ച് ആയിരിക്കണം. ലൈക്ക് നമ്മളിങ്ങനെ ഒരു എക്സ് എഴുതാൻ എക്സിന് 4 പോയിൻ്റ് ആണല്ലോ, സോ അങ്ങനെ ആയിരിക്കണം എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഫുള്ളും വരച്ച് ഫില്ല് ചെയ്യുക. അത്രയ്ക്കുള്ളൂ ഈ ഡോട്ടിൻ്റെ സംഭവം. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ കോട്ടൻ്റെ ബാക്കി ബേസിക് കാര്യങ്ങളിലോട്ട് പോകുന്നത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ലാഷ് ഗ്ലൂ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ലാഷ് ഗ്ലൂ ഫുള്ളും ഫില്ല് ചെയ്യേണ്ട. ലൈക്ക് നമുക്ക് അത്രയും ലാഷ് ഗ്ലൂ കോട്ടൺ ആകുമ്പം അതിന് ഒരു ഇൻബോൺ ബോണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ അധികം ഇങ്ങനെ കയറി ഫുള്ളും കൂടെ ഒട്ടിക്കേണ്ട, ജസ്റ്റ് താഴെയും മേലെയും നിന്നാൽ തന്നെ അത് നന്നായിട്ട് ഫിക്സ് ആയിക്കോളും. ബട്ട് എന്നാലും ഞാൻ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കോട്ടൺ എടുത്തിട്ട് ആ ബ്ലാക്ക് കാണണം, ബട്ട് ഉള്ളിലെ സ്കിന്നിൻ്റെ കളറ് നമ്മളെ ബേസിൻ്റെ കളർ കാണാത്ത രീതിയിൽ അതിനെ ഫുള്ള് ഹൈഡ് ചെയ്ത് വെക്കണം. ആൻഡ് കുറച്ച് ഹെയറിലോട്ട് കയറ്റി വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ഹെയറിൽ ഫിനിഷ് ചെയ്യണം. ഓക്കെ, അത് അതിനെക്കാട്ടി ബെറ്റർ നമ്മൾ എൻ്റെ ഹെയറിന് മുന്നിലോട്ടേക്ക് ഇച്ചിരി ഈ ഷേപ്പ്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് ഫിനിഷ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഹെയറിലോട്ടേക്ക് കുറച്ചും കൂടെ പൊക്കി വെക്കണതായിരിക്കും കോട്ടൺ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക. അതിനുശേഷം നമ്മൾ സൈഡൊക്കെ നന്നായിട്ട് പഞ്ച് ചെയ്ത് കൊടുക്കണം. സെൻറ്ററിൽ നിന്ന് ഇച്ചിരി ഇങ്ങനെ എന്താ പറയുക വലിച്ച് പറിച്ചെടുക്കണം പുറത്തോട്ടേക്ക്, എന്നാൽ മാത്രമേ ആ ഭാഗങ്ങൾ ഇങ്ങനെ നമുക്ക് നമ്മൾ കോട്ടൺ പുറത്തോട്ട് വന്നതായി സ്റ്റഫ് ചെയ്ത് വെച്ചാൽ കോട്ടൺ പുറത്ത് വന്നതായി തോന്നുന്നു. അതിനുശേഷം നമ്മൾ ആ ചീക്കിൽ ഞാൻ പറഞ്ഞല്ലോ ട്രയാങ്കിൾ പോർഷൻ വരുന്നുണ്ട്, ആ ഭാഗത്തും ഇതേപോലെ കോട്ടൺ ഒട്ടിക്കണം.
ബിക്കോസ് ഓൾറെഡി ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിനും ചെയ്യുന്നത് എൻ്റെ റൈറ്റ് സൈഡിലാണ് മേക്കപ്പ് ചെയ്യുക. കാരണം എൻ്റെ ലെഫ്റ്റ് സൈഡ് മിറർ ഉള്ളത്. അപ്പോൾ ഞാൻ റൈറ്റ് സൈഡ് മേക്കപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അധികം. ബട്ട് എന്താ ചെയ്യുക, ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടി ലെഫ്റ്റ് സൈഡിൽ തുടങ്ങി. ബട്ട് അതെന്താ ക്യാമറയിൽ ആ ഭാഗങ്ങളുടെ ഡീറ്റെയിൽസ് കാണിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞിരുന്ന് ചെയ്യണ കാരണം ഞാനത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പിന്നെ നമ്മൾ കോട്ടൺ ഒട്ടിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഭാഗത്ത് സ്ക്യൂസറും അപ്ലൈ ചെയ്യാൻ. കാരണം ആ ഭാഗത്ത് അത്രയും വലിയൊരു ഇതാണ്, വലിയൊരു ഹോളൊന്നുമില്ല, ചെറിയൊരു ഹോളാണ്. അപ്പോൾ നമ്മൾ സ്ക്യൂസർ വെച്ചതിന് ശേഷം മേലോട്ടേക്ക് ഇങ്ങനെ കോട്ടനെ പഞ്ച് ചെയ്ത് കാരണം ഇങ്ങനെ പുറത്തോട്ട് വന്ന മാതിരി തോന്നാൻ. കാരണം ആ ബ്ലാക്കിൻ്റെ മേലോട്ട് അധികം കയറി പോകരുതല്ലോ, അതുകൊണ്ട്. നമുക്ക് ഈ ലാഷ് ഗ്ലൂ എല്ലാം ഒന്ന് സെറ്റ് ആവുന്ന ടൈം കൊണ്ട് നമുക്ക് ഐ മേക്കപ്പും ഐബ്രോസും ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. ലെറ്റ്സ് ഡു ഇറ്റ്. എൻ്റെ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ആർച്ച് ചെയ്തെടുത്താൽ മതി. കംപ്ലീറ്റ് ആർച്ച് ഒന്നും വേണ്ട. പപ്പറ്റ് മോഡലായത് കാരണം കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആർച്ചിങ് കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഐ മേക്കപ്പിൻ്റെയിലേക്ക് ഐ ജസ്റ്റ് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് പെർഫെക്റ്റ് വിങ് ലൈൻ ഒന്നും വേണ്ട കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഡോട്ടിലെല്ലാം ലാഷ് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം ഇനി ഇതിൻ്റെ മേലെയാണ് നമുക്ക് സ്റ്റിച്ച്, അതായത് ത്രെഡ് ഒട്ടിക്കാനുള്ളത്. അപ്പോൾ എല്ലാം ഒട്ടിച്ചിട്ട് എല്ലാ സ്റ്റിച്ചും ഒന്നിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക, എല്ലാം ഡോട്ട് ഇട്ട് കൊടുക്കുക. കാരണം അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോർഷനിലോട്ട് ഒട്ടിച്ചിട്ട് എത്തി വരുമ്പോഴത്തേക്കിനും ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒട്ടിക്കാനുള്ള പാവത്തിലോട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ചെയ്യുക. അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് പലതും പല സൈസിലെടുക്കണം നല്ലത്. കംപ്ലീറ്റ് എല്ലാത്തിനും ഇച്ചിരി പെർഫെക്റ്റ് നമുക്ക് ആ സ്റ്റിച്ച് വിട്ട് നിൽക്കണം. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്റ്റിച്ചും അതായത് ത്രെഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഡിഫറെൻറ്റ് സൈസിൽ കട്ട് ചെയ്യാനാണ് ബെറ്റർ. ഓക്കെ, ഇനി നമുക്ക് 4 ഡോട്ടും കൂടെ ഒരു സ്റ്റിച്ച് ആവണ മാതിരി, അതായത് ഇങ്ങനെ ക്രോസ് ഇടണ മാതിരി എക്സ് വരണ മാതിരിയാണ് ത്രെഡ് ഒട്ടിക്കാനുള്ളത്. അപ്പോൾ നമ്മളെല്ലാം ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ലാഷ് ഗ്ലൂ വളരെ കുറച്ച് ടൈം ഹോൾഡ് ചെയ്ത് പിടിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് വെച്ച വാടക എടുക്കുമ്പോൾ നമ്മൾ അധികം ലാഷ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് ഇളകി വരും. ആൻഡ് ചില പോർഷനിൽ കുറച്ച് അധികമായി ലാഷ് ഗ്ലൂ, അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ച കറക്റ്റ് ടൈമിലേക്ക് ഡ്രൈ ആയി വരണമെന്നില്ല. അപ്പോൾ 1-2 മിനിറ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കൈ റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ അതാണ്. ഇനി ഇതേപോലെ നമ്മൾ ആ കോട്ടൻ്റെ പോർഷനിലോട്ടും കൊടുക്കണം. കോട്ടൻ്റെ പോർഷനിൽ വരുമ്പം സ്റ്റിച്ച് ലൂസായി കോട്ടൺ പുറത്തോട്ട് വന്ന മാതിരിയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറഗുലറായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക. പിന്നെ കൂടാതെ സ്റ്റിച്ച് മേലോട്ടേക്ക് ലൂസാക്കി കൊടുക്കുമ്പോൾ മാത്രമേ അതിന് ലെങ്ത്ത് കൂട്ടി ഒട്ടിച്ച് കൊടുക്കുക. സോ ആ ഭാഗം നന്നായിട്ട് ഫിനിഷ് ആയി വരും. ഇനി നമുക്ക് ചീക്ക് ഏരിയയിൽ ഇപ്പം ഞാൻ ഒട്ടിക്കുന്ന ചീക്ക് ഏരിയയിലെല്ലാം ഏകദേശം സെയിം ലെങ്ത്താണ് എടുത്തത്. കാരണം ആ ഭാഗം ഇച്ചിരി പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവണം. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഇച്ചിരി ഇച്ചിരി ലൂസായ മാതിരി വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ത്രെഡിൻ്റെ പരിപാടി മൊത്തം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കുള്ളത് നമ്മുടെ ഒരു കണ്ണ് മാത്രമല്ല നമ്മൾ വിങ് ലൈൻ ജസ്റ്റ് ഓൺ ചെയ്തുള്ളൂ. അതിൻ്റെ മറ്റേ ഐസ് നമ്മൾ ബട്ടൺസ് ആണ് വെക്കുന്നത്. ഒരു ഇച്ചിരി വലിയ ബട്ടൺ അതിൻ്റെ മേലെ കൂടെ നമ്മളിങ്ങനെ ത്രെഡ് വെച്ചൊന്ന് കെട്ടി ലൂപ്പ് ഇട്ടിട്ട് അവിടെ ഒന്ന് ലാഷ് ഗ്ലൂ വെച്ച് ലിഡ്മേൽ ഒട്ടിക്കുക. ഒരിക്കലും കണ്ണിൽ ലാഷിൽ ഒട്ടിക്കരുത്, വാട്ടർ ലൈനിലൊന്നും ഗമ്മാവരുത്.
ലിഡുമ്മലേക്ക് ലാഷ് ഗ്ലൂ വെച്ച് ഒട്ടിക്കുക. സോ അതൊന്ന് ഫിനിഷ് ചെയ്യുക. ആൻഡ് ലിപ്സ്റ്റിക്ക് നമ്മൾ അത്രയും ഡാർക്കാക്കി ഇടണ്ട, കാരണം പപ്പറ്റ് മാതിരിയാണല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ലിപ്പൊന്ന് അവിടെ ഒരു ലിപ്പ് ഉണ്ട് എന്നുള്ള കാണുന്ന രീതി ചെയ്താൽ മതി. ദെൻ ദിസ് ഈസ് ദ ഫിനിഷ്ഡ് ലുക്ക്.